എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിങ്ങും അതോടൊപ്പം നമ്മുടെ ഹൃദയത്തോട് അത്രത്തോളം ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയമാണ്. അതായത് സ്വർണം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സ്വർണ്ണവിലയുടെ ഗ്രാഫ് മുകളിലോട്ട് കുതിച്ചുയരുന്ന വാർത്തകൾ നമ്മൾ കാണുന്നതാണല്ലേ. സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാലും TV ചാനൽ തുറന്നു നോക്കിയാലും ഒക്കെ വലിയ ന്യൂസായിട്ട് ഇത് കാണിക്കാറുണ്ട്. പലപ്പോഴും ആ ഒരു വില റെക്കോർഡിലേക്ക് എത്താറുമുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഓരോ ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ വില വർധനവ്? കാരണം ഭയങ്കരമായിട്ടാണ് വില കൂടിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഈ വിലയ്ക്ക് നമ്മളിപ്പോൾ സ്വർണം വാങ്ങണം അതോ വില കുറയാൻ കാത്തിരിക്കണോ എന്നുള്ളത് നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അതായത് സ്വർണവുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയാം. ഇപ്പോൾ പണ്ടൊക്കെ എനിക്ക് സ്വർണ്ണമായിട്ടൊരു ബന്ധവുമില്ല, പക്ഷേ പണ്ട് മുതലേ സ്വർണ്ണവില കൂടിയ വാർത്തയൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. നമ്മുടെ ന്യൂസിലെ ഒരു സെഗ്മെൻറ്റ് തന്നെ ഇന്നത്തെ സ്വർണ്ണവില എന്നും പറയുന്ന ഒന്നാണ്. നമ്മുടെ സംസ്കാരത്തിൽ സ്വർണം എന്നുള്ളത് വെറും ഒരു ലോഹം മാത്രമല്ല, അത് സമ്പാദ്യമാണ്, വിശ്വാസമാണ്, അടിയന്തര ഘട്ടങ്ങളിലുള്ള ഒരു സുരക്ഷാ കവചമാണ്. അതുകൊണ്ട് തന്നെ വില കൂടുമ്പോഴുണ്ടാകുന്ന ആശങ്ക, അതായത് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കിടയിലൊക്കെ ഉണ്ടാകുന്ന ആശങ്ക വളരെ വലുതാണല്ലേ. ഈ വീഡിയോയിൽ ഈ സ്വർണ്ണവിലയുടെ കുതിപ്പിന് പിന്നിലുള്ള എല്ലാ കാരണങ്ങളും നമ്മൾ വിശദമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. കൂടാതെ ഈ ഉയർന്ന വിലയ്ക്ക് നിങ്ങൾ സ്വർണം വാങ്ങാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായിട്ടുള്ള ചില റിസ്കുകളുണ്ട്. ആ റിസ്കുകളെ പറ്റി നമുക്ക് സംസാരിക്കണം. നിക്ഷേപകൻ എന്ന നിലയിൽ എങ്ങനെ ഈ വിഷയത്തെ സമീപിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള പ്രായോഗികമായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ കഴിയുന്നവർ സ്വർണ്ണത്തെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സ്വർണ്ണത്തിൻ്റെ വില വളരെയധികം കൂടുന്നത് കൊണ്ട് തന്നെ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഒരുപാട് പേരുണ്ടാകും. പക്ഷേ നമ്മളുടെ നിക്ഷേപങ്ങൾ തുടങ്ങുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം നിക്ഷേപിക്കരുത്. മറിച്ച് സ്വർണ്ണങ്ങളിലും ഭൂമിയിലും കമ്പനികളുടെ ഓഹരികളിലും ബോണ്ടുകളിലും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും നിക്ഷേപിക്കണം. അപ്പോഴാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇടിഞ്ഞാലും നമ്മുടെ ഓവറോൾ നിക്ഷേപം സുരക്ഷിതമായിട്ടിരിക്കുക. അത്തരത്തിൽ ടാക്സ് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട്, എന്നാൽ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് തന്നെ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് കാനറ HSBC ലൈഫ് ഒരുക്കിയിട്ടുള്ളത്. അവരുടെ നിഫ്റ്റി 500 മൾട്ടി ഫാക്ടർ 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFO ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മെച്ചൂരിറ്റിയിൽ നമ്മൾ നിക്ഷേപിക്കുന്ന ₹1 പോലും നഷ്ടപ്പെടില്ല. എന്നാൽ മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്യുമ്പോൾ അതനുസരിച്ച് റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ ഈ വരുന്ന ഒക്ടോബർ 13 വരെ മാത്രമേ ഈ NFO നിക്ഷേപിക്കാൻ അവസരം ഉണ്ടായിരിക്കത്തുള്ളൂ. കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ NAV 10 രൂപയാണ് കേട്ടോ. നിങ്ങളെ കൊണ്ടാകുന്ന എത്ര വലിയ തുകയും നിങ്ങൾക്ക് ഈ NFO നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ്. ഈ NFO ഇൻഡെക്സ് തുടക്കം മുതൽ 21.1% കഴിഞ്ഞ 5 വർഷത്തിൽ 29.8% CAGR റിട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളത്. ബാങ്കിനേക്കാൾ എത്ര മടങ്ങാണ് ഇവിടെ റിട്ടേൺ എന്ന് നോക്കൂ. അതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് ലൈഫ് കവർ ലഭിക്കും. വർഷം തോറും 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് ടാക്സും ഉണ്ടാവത്തില്ല. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം 18,000 രൂപയൊക്കെ വെച്ച് നിക്ഷേപിക്കാൻ സാധിച്ചാൽ 2 കോടിയുടെ റിട്ടേൺ സാധ്യതയും ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മറക്കണ്ട, ഈ NFOയുടെ അവസാന തീയതി ഒക്ടോബർ 13 വരെയാണ്. അതായത് ഇനി വെറും 2 ദിവസം കൂടി മാത്രം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിക്ഷേപിക്കാൻ കഴിയും. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. മലയാളത്തിൽ കസ്റ്റമർ കെയർ സേവനവും ലഭ്യമാണ്. വേണമെങ്കിൽ അവരുടെ ഏജന്റ് വീട്ടിൽ വന്ന് നേരിട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. നമുക്ക് വിഷയത്തിലേക്ക് തിരികെ വരാം. ആദ്യം സ്വർണ്ണവിലയുടെ നിലവിലെ അവസ്ഥ എന്താണെന്ന് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാമല്ലേ. ആഗോള വിപണിയിൽ സ്വർണം ഇപ്പോൾ സർവ്വകാല റെക്കോർഡിലാണ് നിൽക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഔൺസിന് $3,900 കടക്കുകയും പല ദിവസങ്ങൾ അത് $4,000 എന്ന വലിയൊരു കടമ്പ മറികടക്കുകയും ചെയ്തു. ഇത് സ്വർണ്ണ വിപണിയിലെ വളരെ വലിയൊരു നാഴികക്കല്ലാണ് കേട്ടോ. ഇന്ത്യൻ വിപണിയിലും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല. ഇവിടെയും വില റെക്കോർഡിൽ തന്നെയാണ് തുടരുന്നത്. രാജ്യത്തുടനീളം 24 ക്യാരറ്റ് സ്വർണ്ണത്തിന് 1 ഗ്രാമിന് ഏകദേശം 12,000 രൂപയ്ക്ക് മുകളിലെത്തി. ഒന്ന് ആലോചിച്ച് നോക്കുക, ചരിത്രത്തിൽ ആദ്യമായിട്ട് 1 ഗ്രാമിന് 12,000 രൂപയ്ക്ക് മുകളിലായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അത് 24 ക്യാരറ്റിന്. നമ്മൾ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന 22 ക്യാരറ്റ് സ്വർണ്ണത്തിനാണെങ്കിൽ 11,000-ന് മുകളിലാണ് വില. അതായത് 10 ഗ്രാം സ്വർണ്ണം മേടിക്കണമെങ്കിൽ നിങ്ങൾ ഏകദേശം 1,20,000-ലധികം രൂപ കൊടുക്കണമെന്ന് സാരം. ഇത് മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. അത്രത്തോളം വിലയാണ് ഇപ്പോൾ ഉള്ളതല്ലേ. ഈ വിലവർദ്ധനവ് വളരെ പെട്ടെന്നും ശക്തവുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ വർഷം മാത്രം, അതായത് ഇപ്പോൾ ഒക്ടോബർ മാസത്തിന് തുടക്കം വരെ ആയിട്ടുള്ളൂ, പക്ഷേ ഈ 2025 മാത്രം സ്വർണ്ണവില 50%-ലധികമാണ് വർദ്ധിച്ചത്. ഇതിനു മുമ്പ് 2024 27% മാത്രം വർധനമാണ് ഉണ്ടായത്. അതിന് പുറമെയാണ് ഇപ്പോൾ 2025 ഈ 50% വർധനം ഉണ്ടായിരിക്കുന്നത്. ഇത് സ്വർണ്ണത്തെ ഓഹരി വിപണിയെക്കാളും ക്രിപ്റ്റോ കറൻസികളെക്കാളും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു നിക്ഷേപമായി മാറ്റി. ഈ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മറ്റ് പ്രധാനപ്പെട്ട ആസ്തികളെക്കാൾ, അതായത് സ്റ്റോക്ക് ഇൻഡിസസ്, ബിറ്റ്കോയിൻ, ക്രൂഡ് ഓയിൽ, അതിനേക്കാളൊക്കെ വേഗത്തിൽ കുതിച്ച സ്വർണം ഏകദേശം 54% വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് സ്വർണം കൈവശം വെച്ചവർക്ക് ഇതൊരു വലിയ നേട്ടമാണ് നൽകിയിട്ടുള്ളത്. ഈ റെക്കോർഡ് വിലകൾ ഒരു വശത്ത് സന്തോഷം നൽകുമ്പോൾ തന്നെ ഇതൊരു ഉച്ചസ്ഥായിയാണോ എന്നും ഇനി വില കുറയാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ആശങ്ക എല്ലാവരിലും ഉണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഈ കുതിപ്പിന് പിന്നിലുള്ള എല്ലാ പ്രധാനപ്പെട്ട കാരണങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. സ്വർണ്ണവിലയുടെ ഈ കുതിച്ചാട്ടത്തിന് കാരണമായിട്ടുള്ള സുപ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ ലളിതമായിട്ട് നോക്കാം. ഒന്നാമത്തത് ആഗോള അനിശ്ചിതത്വവും സുരക്ഷിത താവളവുമായിട്ടുള്ള ഡിമാൻഡാണ്.
തന്നെയാണ്. സുരക്ഷിത താവളം എന്നുള്ളത് മറ്റൊന്നുമല്ല, സേഫ് ഹാവൻ എന്ന് നമ്മൾ പറയുമല്ലേ. അതായത് ലോകം അസ്ഥിരമാകുമ്പോൾ നിക്ഷേപകർ സുരക്ഷിതത്വത്തിനായിട്ട് സ്വർണ്ണത്തിലേക്ക് തിരിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇതിൻ്റെ അകത്തെ പ്രധാന കാരണം എന്നുള്ളത്. അടുത്തിടെയായിട്ട് നടന്നിട്ടുള്ള യുദ്ധങ്ങൾ, ഭൗമരാഷ്ട്രീയമായിട്ടുള്ള സംഘർഷങ്ങൾ, ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ പിരിമുറുക്കങ്ങൾ, അതൊക്കെ മൊത്തത്തിൽ വർദ്ധിക്കുകയാണ്. അതോടൊപ്പം ചില രാജ്യങ്ങളിലെ രാഷ്ട്രീയ അസ്ഥിരതയും അതോടൊപ്പം US ഗവൺമെന്റിന്റെ ഷട്ട്ഡൗൺ പോലുള്ള പ്രശ്നങ്ങൾ നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ടല്ലേ. ഇത്തരം ഘട്ടങ്ങളിൽ മറ്റ് ആസ്തികളുള്ള വിശ്വാസം കുറയുമ്പോൾ എല്ലാവരും പണം സ്വർണ്ണത്തിലേക്ക് മാറ്റുകയാണ്. ഇതിനെയാണ് നമ്മൾ സുരക്ഷിതത്വത്തിലേക്കുള്ള ഒരു പറക്കൽ എന്ന് വിളിക്കുന്നത്. അതായത് ഗോൾഡ് ഈസ് എ സേഫ് ഹാവൻ ഫോർ ഇൻവെസ്റ്റേഴ്സ് അല്ലേ. മറ്റ് സ്റ്റോക്കിലിട്ടാലും ഇപ്പോൾ ഓഹരിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പേടിയുണ്ടാകും. ഒരു രാജ്യത്ത് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ആ ഓഹരി മൊത്തം ഇടിഞ്ഞ് അവരുടെ സമ്പാദ്യം മൊത്തം പോകുമല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു നിക്ഷേപം എന്നവർ കരുതുന്ന സ്വർണ്ണത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം സ്വർണ്ണ വില കൂടുന്നതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണമായിട്ട് മാറുകയാണ്. 2, പണപ്പെരുപ്പവും പലിശ നിരക്കിലെ പ്രതീക്ഷകളുമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പല രാജ്യങ്ങളിലും പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ വളരെ ഉയർന്നതാണ്. അതായത് കറൻസിയുടെ മൂല്യം കുറയുമ്പോൾ സമ്പത്തിനെ സംരക്ഷിക്കാനായിട്ട് ആൾക്കാർ സ്വർണം വാങ്ങുന്ന ഒരവസ്ഥ ഇപ്പോൾ നിലനിൽപ്പുണ്ട്. അതോടൊപ്പം US ഫെഡറൽ റിസർവ് പോലുള്ള സെൻട്രൽ ബാങ്കുകൾ പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന പ്രതീക്ഷയും ശക്തമാണ്. സ്വർണം പലിശ നൽകാത്ത ഒരു ആസ്തി ആയതുകൊണ്ട് തന്നെ മറ്റ് നിക്ഷേപങ്ങൾക്ക് പലിശ കുറയുമ്പോൾ സ്വർണം കൂടുതൽ ആകർഷകമായിട്ട് ഈ ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ മാറും. അവർ സ്വർണം കൂടുതലായിട്ട് ഓപ്റ്റ് ചെയ്യും നിക്ഷേപിക്കാനായിട്ട്. മൂന്നാമത്തത് കറൻസിയുടെ സ്വാധീനമാണ്. ദുർബലമാവുന്ന രൂപയും ഡോളറും. അതായത് സ്വർണ്ണവില ആഗോള തലത്തിൽ നിശ്ചയിക്കുന്നത് US ഡോളറിലാണ് കേട്ടോ. ഡോളർ ദുർബലമാകുമ്പോൾ മറ്റ് കറൻസികളിലുള്ളവർക്ക് സ്വർണം വാങ്ങുന്നത് എളുപ്പമാകുകയും ഡിമാൻഡ് കൂടുകയും ചെയ്യും. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ റുപ്പി ഡോളറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ദുർബലമായാൽ സ്വർണം ഇറക്കുമതി ചെയ്യാൻ നമ്മൾ കൂടുതൽ രൂപ നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ദുർബലമായിട്ടുള്ള രൂപയും ആഗോളതലത്തിൽ ഉയർന്ന വിലയും ചേരുമ്പോഴാണ് ഇന്ത്യയിൽ സ്വർണ്ണവില റെക്കോർഡ് നിലയിൽ എത്തുന്നത്. 4, സ്ഥാപനപരമായിട്ടുള്ള ഡിമാൻഡാണ്. സെൻട്രൽ ബാങ്കുകളും ETF നിക്ഷേപങ്ങളുടെയും വലിയൊരു കളികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് സ്വർണം ഇപ്പോൾ വലിയ രീതിയിൽ വാങ്ങിക്കൂട്ടുന്നത് വലിയ സ്ഥാപനങ്ങളാണ്. ചൈന, തുർക്കി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ അടക്കമുള്ള പല സെൻട്രൽ ബാങ്കുകളും തങ്ങളുടെ കരുതൽ ശേഖരം വൈവിധ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്വർണ്ണ ശേഖരം ഇങ്ങനെ മേടിച്ച് കൂട്ടി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സെൻട്രൽ ബാങ്കുകൾ ടൺ കണക്കിന് സ്വർണം വാങ്ങുന്നത് വിപണിയിലെ ലഭ്യത കുറയ്ക്കുകയും വില കൂടാൻ കാരണമാകുകയും ചെയ്യുന്നു. കൂടാതെ നിക്ഷേപകരുടെ ഫണ്ടുകളായിട്ടുള്ള ഗോൾഡ് ETFകളിലേക്കും വലിയ തുക ഒഴുകിയെത്തുന്നുണ്ട്. അതായത് സ്ഥാപനപരമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഡിമാൻഡ് വിലയെ മുന്നോട്ട് നീക്കിക്കൊണ്ടേയിരിക്കുന്നു. അതായത് വില കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. 5, പണപ്പെരുപ്പവും കടക്കെണിയുമാണ്. ഡീബേസ്മെന്റ് ട്രേഡ് എന്നാണ് ഇതിനെ പറയുന്നത്. പല രാജ്യങ്ങളിലെയും സർക്കാരുകൾക്ക് വലിയ കടഭാരമുണ്ടല്ലേ. ഇപ്പോൾ ഇന്ത്യ എടുത്താലും ഇനി നമ്മളുടെ സംസ്ഥാനം എടുത്താലും ഒക്കെ തന്നെ വലിയ കടമാണ് മൊത്തത്തിലുള്ളതല്ലേ. ഈ കടങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്കുകൾ പണപ്പെരുപ്പത്തിന് സാധ്യതയുള്ള സാമ്പത്തിക നയങ്ങൾ സ്വീകരിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കറൻസികളുടെ മൂല്യം കുറയുമോ എന്നുള്ള പേടി ആൾക്കാർക്കുണ്ട്. അതായത് ഇപ്പോൾ ഈ കടം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് കൂടുതൽ കറൻസി അച്ചടിച്ചിറക്കിയാൽ എന്ത് പറ്റും? പണപ്പെരുപ്പം സംഭവിക്കുമല്ലേ, പണത്തിന് മൂല്യം കുറയും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഈ ഒരു കാര്യം സംഭവിച്ചേക്കാമെന്നുള്ള പേടി കൊണ്ട് തന്നെ ആൾക്കാർ സ്വർണം പോലെയുള്ള ഹാർഡായിട്ടുള്ള ആസ്തികളിൽ നിക്ഷേപിക്കുന്നു. 6, സാംസ്കാരികപരമായിട്ടുള്ള ഡിമാൻഡാണ്. ഇത് നമ്മൾ മലയാളികളോട് പ്രത്യേകിച്ച് പറയുകയൊന്നും വേണ്ടല്ലേ. നമ്മൾ സ്വർണ്ണത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എവിടെയാണ്? കല്യാണങ്ങളിലാണല്ലേ. അതുപോലെ തന്നെ മറ്റ് ഫെസ്റ്റിവൽസ് വന്നാൽ ദീപാവലി അല്ലെങ്കിൽ മറ്റു ഉത്സവങ്ങൾ, മറ്റ് ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് കുത്തനെ ഉയരാറുണ്ടല്ലേ. ഈ പ്രാദേശികമായിട്ടുള്ള ഡിമാൻഡ് ഉണ്ടല്ലോ ആഗോള ഘടകങ്ങൾക്കൊപ്പം ചേർന്ന് നമ്മുടെ രാജ്യത്തെ സ്വർണ്ണവിലയെ കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് നയിക്കുകയാണ്, ഉയർത്തുകയാണ്. ഈ 6 ഘടകങ്ങളും ഒരുമിച്ച് ചേർന്നാണ് സ്വർണ്ണവിലയെ റെക്കോർഡ് നിലയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട കാര്യമായിട്ട് നോക്കേണ്ടത് എന്താണ്? റിസ്കുകളാണ്. അതായത് ഇപ്പോൾ സ്വർണ്ണം വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ഒരു ആസ്തി വളരെ വേഗം ഉയരുമ്പോൾ അമിതമായിട്ടുള്ള ആവേശത്തിന് അടിമപ്പെടാതെ റിസ്കുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഈ ഉയർന്ന വിലയ്ക്ക് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ അക്കമിട്ട് പറയാം. ഒന്നാമത്തത്, വിലയ്ക്കൊരു കറക്ഷൻ സംഭവിക്കാനുള്ള സാധ്യതയും ഓവർബോട്ട് അവസ്ഥയുമാണ്. സ്വർണം ഇപ്പോൾ ചരിത്രപരമായിട്ടുള്ള ഉയർന്ന വിലയിലാണ് നിൽക്കുന്നത്. ഏതൊരാസ്തിയും ഇത്രയും വേഗത്തിൽ ഉയരുമ്പോൾ ഒരു പ്രൈസ് കറക്ഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുമ്പോൾ, അതായത് സാങ്കേതിക സൂചകങ്ങൾ നോക്കുമ്പോൾ സ്വർണം ഇപ്പോൾ ഓവർബോട്ടാണെന്നുള്ളൊരു മുന്നറിയിപ്പാണ് അവ നൽകുന്നത്. അതായത് കുറഞ്ഞ സമയം കൊണ്ട് വില വളരെയധികം ഉയർന്നു. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ തിരുത്തൽ വന്നാൽ പോലും ഈ ഉയർന്ന വിലയ്ക്ക് വാങ്ങുന്നവർക്ക് വലിയൊരു നഷ്ടം വരാമെന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് നമ്മൾ തീർച്ചയായിട്ടും ഓർക്കണം. രണ്ടാമത്തെ കാര്യം പറയുവാണെങ്കിൽ പലിശ നിരക്കിലെ മാറ്റങ്ങളും ഡോളറിന്റെ തിരിച്ചുവരവുമാണ്. അതായത് സ്വർണ്ണവിലയുടെ മുന്നേറ്റത്തെ സഹായിച്ച ഘടകങ്ങൾക്ക് മാറ്റം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പോകാൻ പോകുന്നത് വലിയൊരു റിസ്കിലേക്കാണ്. ഉദാഹരണം നോക്കുവാണെങ്കിൽ പലിശ നിരക്ക് കുറയ്ക്കുന്നത് സെൻട്രൽ ബാങ്കുകൾ വൈകിപ്പിക്കുകയോ വർദ്ധിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താ സംഭവിക്കുക?
പലിശ നൽകുന്ന നിക്ഷേപങ്ങൾക്ക് ആകർഷണീയത കൂടുമല്ലേ, അപ്പോൾ ആൾക്കാർ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. സ്വർണ്ണത്തിന് ഇത് തിരിച്ചടിയായി മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ഡോളർ ശക്തിപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആഗോള തലത്തിൽ സ്വർണ്ണവില കുറയാനും സാധ്യതയുണ്ട്. ഇന്ത്യയിൽ രൂപ ശക്തിപ്പെട്ടാലോ അല്ലെങ്കിൽ ഇറക്കുമതി തിരിവ് മാറിയാലോ ഒക്കെ തന്നെ ആഭ്യന്തരമായിട്ടുള്ള വില കുറഞ്ഞേക്കാം. അതൊരു വലിയ പ്രശ്നമാണ്. അടുത്തൊരു കാര്യം പറയുവാണെങ്കിൽ, മൂന്നാമതായിട്ട് പറയുവാണെങ്കിൽ വികാരപരമായിട്ടുള്ള റിസ്ക് ആണ്. ഫോമോ എന്ന് പറയുമല്ലേ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അതായത് വില വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമുണ്ടല്ലോ, അതിനെയാണ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്നതല്ലേ. ഇത് നിക്ഷേപകരെ വൈകാരികമായിട്ട് വാങ്ങാൻ പ്രേരിപ്പിക്കുകയും ഇങ്ങനെ വികാരത്തിന് അടിമപ്പെട്ട് വാങ്ങുന്നത് ഹ്രസ്വകാലത്തേക്ക് വിലയിടിവിൽപ്പെട്ട് വിൽക്കാൻ കാരണമാകുകയും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. കൂട്ടമായി വാങ്ങുന്ന ഈ പ്രവണത വിപണി തണുക്കുമ്പോഴേക്കും പെട്ടെന്ന് റിവേഴ്സ് ആകാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തൊരു റിസ്ക് പറയുവാണെങ്കിൽ മറ്റ് നിക്ഷേപങ്ങളിലേക്കുള്ള മാറ്റവും അവസര ചെലവുമാണ്. നിക്ഷേപകർ സ്വർണ്ണത്തിൽ നിന്ന് മൂലധനം പിൻവലിച്ച് ഓഹരികളിലേക്കോ മറ്റ് ആസ്തികളിലേക്കോ മാറ്റിയാൽ സ്വർണ്ണത്തിന് ക്ഷീണമുണ്ടാകാം. കൂടാതെ സ്വർണം പലിശയോ ഡിവിഡൻഡോ ഒന്നും തന്നെ നൽകുന്നില്ല. അതുകൊണ്ട് ഉയർന്ന വിലയ്ക്ക് വാങ്ങിയിട്ട് കുറച്ചു കാലം വില മാറ്റമില്ലാതെ നിന്നാലും മറ്റ് നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ലാഭ വരുമാനം നിങ്ങൾക്ക് മൊത്തത്തിൽ നഷ്ടമാകുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യമാണ്, സംശയമാണ്, ഇപ്പോൾ സ്വർണം വാങ്ങാൻ നല്ല സമയമാണോ എന്നുള്ളതല്ലേ. ഏറ്റവും പ്രധാനമായിട്ടും ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. കൃത്യമായിട്ട് അതെ അല്ലെങ്കിൽ അല്ല എന്നൊരു മറുപടിക്ക് പകരം നിങ്ങളുടെ ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു തീരുമാനമാണ് ഇവിടെ ആവശ്യം എന്നുള്ളത്. നമ്മൾ കുറച്ച് പോയിന്റുകളായിട്ട് പറയുവാണെങ്കിൽ, ഒന്നാമത്തത് നല്ല സമയം എന്നുള്ളത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ ചിന്തിക്കും, ഇതൊരു ബെറ്റർ ടൈമാണെന്നുള്ളതല്ലേ. പക്ഷേ അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ്ടിരിക്കുന്നത്. ഞാൻ പറയുവാണെങ്കിൽ, നിങ്ങൾ ദീർഘകാലത്തേക്ക് ഒരു 5-10 വർഷത്തേക്കൊക്കെ നിക്ഷേപിക്കുവാണെങ്കിൽ ഒരു ശക്തമായ ട്രെൻഡിൽ വാങ്ങുന്നത് വലിയ തെറ്റല്ല. കാരണം സ്വർണം എപ്പോഴും ഒരു സാമ്പത്തിക ഇൻഷുറൻസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ കുറച്ച് കാലത്തേക്ക് ലാഭത്തിന് വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ആ ഒരു റിസ്ക് ഉണ്ടല്ലോ വളരെ കൂടുതലാണ്. അതായത് ഇപ്പോൾ നല്ലപോലെ ഉയർന്നിരിക്കുവാണല്ലോ, നിങ്ങളൊരു 1 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് വിൽക്കാമെന്നായിരിക്കും വിചാരിക്കുന്നതല്ലേ. 1 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഇടിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഇൻ ദ ലോങ് ടേം ഒരു 5-10 വർഷങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ അതെന്തായാലും കൂടത്തേ ഉള്ളൂ. സ്വർണം വാങ്ങാനുള്ള തന്ത്രപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഞാൻ അക്കമിട്ട് പറയാം. 1, 2, 3 എന്നും പറഞ്ഞിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഒന്നാമത്തത് ഘട്ടം ഘട്ടമായി വാങ്ങുക എന്നുള്ളതാണ്. സ്റ്റാഗേർഡ് ബൈയിങ് എന്ന് പറയുമല്ലേ. ഒരുമിച്ച് വലിയ തുകയ്ക്ക് സ്വർണം വാങ്ങുന്നതിന് പകരം പല ഭാഗങ്ങളായിട്ട് കുറഞ്ഞ ഇടവേളകൾ വാങ്ങുക. ഇത് നിങ്ങൾ ഉയർന്ന വിലയ്ക്ക് വാങ്ങാനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കും. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കംപ്ലീറ്റ് പൈസ എടുത്ത് സ്വർണം മേടിച്ച് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് വില ഇടിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും മേടിക്കാൻ നിങ്ങളുടെ പൈസ ഇല്ലല്ലേ. അപ്പോൾ നിങ്ങളൊരു പകുതി വിലയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു 20% മേടിക്കുന്നതെങ്കിൽ ബാക്കി 80% എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇടിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒറ്റയടിക്ക് മേടിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. രണ്ടാമത്തത് വില കുറയുമ്പോൾ വാങ്ങുക എന്നുള്ളതാണ്. ബൈ ഓൺ ഡിപ്പ് എന്ന് പറയുമല്ലേ. വിപണിയിൽ ഒരു തിരുത്തലോ അതായത് കറക്ഷനോ താഴ്ചയോ ഉണ്ടാകുമ്പോൾ ആ അവസരം ഉപയോഗിച്ച് കൃത്യമായിട്ട് സ്വർണം വാങ്ങുക. വില കൂടുമ്പോൾ അതിനെ പിന്തുടരാതിരിക്കാൻ ശ്രമിക്കുക. 3, ആദ്യമേ തന്നെ ലക്ഷ്യം നിശ്ചയിക്കുക എന്നുള്ളതാണ്. അതായത് എൻട്രി പോയിന്റ്, എക്സിറ്റ് പോയിന്റ് എന്നൊക്കെ പറയുമല്ലേ. അതായത് നിങ്ങൾ എത്ര ലാഭം മതിയെന്ന് ആദ്യമേ തീരുമാനിക്കുക. എത്ര നഷ്ടം വരെ നിങ്ങൾ സഹിക്കും, എത്ര നഷ്ടത്തിന് നിങ്ങൾ വിൽക്കാൻ തയ്യാറാകും എന്നൊക്കെ മുൻകൂട്ടി തീരുമാനമെടുക്കുക. ചിലപ്പോൾ നല്ലൊരു കേസിലും സംഭവിക്കുന്നത് എന്താണ്, സ്വർണ്ണത്തിൻ്റെ കാര്യം മാത്രമല്ല, സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും മറ്റ് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ആണെങ്കിലൊക്കെ ലാഭം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അവിടുന്ന് ലാഭം എടുത്ത് എക്സിറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ വീണ്ടും കൂടുമെന്നും പറഞ്ഞിരിക്കുമല്ലേ. നമ്മൾ അത്യാർത്ഥി നമ്മളെ നയിക്കും. നമുക്ക് എല്ലാവർക്കും ആ ഒരു തോട്ടിനൊക്കെ അടിമപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ എന്താ സംഭവിക്കുക, നേരെ ഇടിഞ്ഞ് മൊത്തം നഷ്ടത്തിലേക്ക് പോയി ഫണ്ട് വാഷ് ഔട്ട് ആകുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ആദ്യമേ നിങ്ങളുടെ ലാഭവും നിങ്ങളുടെ നഷ്ടവും ഒക്കെ തീരുമാനിക്കുക. ആ ഒരു കറക്റ്റ് പോയിന്റിൽ എക്സിറ്റും ചെയ്യുക. 4, വൈവിധ്യവൽക്കരിക്കുക എന്നുള്ളതാണ്. സ്വർണം എന്നുള്ളത് നിങ്ങളുടെ നിക്ഷേപത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിരിക്കണം. ഇതിനെ ഒരു കവചമായിട്ട് മാത്രം കാണുകയല്ലാതെ നിങ്ങളുടെ എല്ലാ നിക്ഷേപവും ഇതിലേക്ക് ഒരിക്കലും ഇടല്. പലരും ചിന്തിക്കുന്നത് സ്വർണ്ണമാണല്ലോ ഇപ്പോൾ ഏറ്റവും ഡിമാൻഡുള്ളത്, ഏറ്റവും വില കൂടുന്നത്, എന്നാൽ എൻ്റെ കംപ്ലീറ്റ് നിക്ഷേപവും സ്വർണ്ണത്തിലേക്ക് ഇടാമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ചെയ്യരുത്. പല നിക്ഷേപങ്ങളിലായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. 5, ശരിയായ നിക്ഷേപ മാർഗം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നിക്ഷേപത്തിനായിട്ട് പണിക്കൂലി ലാഭിക്കാൻ വേണ്ടി ETF-കളിലോ സോവറിൻ ഗോൾഡ് ബോണ്ടുകളിലോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഗോൾഡിൻ്റെ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്, ഡിജിറ്റൽ ഗോൾഡുകളുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ സ്വർണ്ണാഭരണം മേടിച്ച് കൈവയ്ക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള സെബി റെഗുലേറ്റഡ് പ്ലാറ്റ്ഫോംസിലൂടെ ETF-കളോ മ്യൂച്വൽ ഫണ്ടുകളോ ഒക്കെ തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ് സ്വർണ്ണത്തെ ബേസ് ചെയ്തുള്ളത്. 6, ആദ്യമേ തന്നെ നിങ്ങളുടെ മനസ്സിനോട് നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സ്വർണം വാങ്ങുന്നത് ഒരു മഴക്കാലത്തെ കരുതൽ ധനമായിട്ടാണോ അതോ ഒരു ദീർഘകാല മൂല്യം നിലനിർത്താനാണോ എന്നുള്ളൊരു കാര്യം സ്വയം ചിന്തിച്ച് ഒരു വ്യക്തത ആദ്യമേ വരുത്തുക. ഇനി ഈ വിഷയത്തെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു അഭിപ്രായം
അഭിപ്രായം പറയാം. അതായത് നിലവിലിപ്പോൾ ആഗോള അനിശ്ചിതത്വം, സെൻട്രൽ ബാങ്കുകളുടെ ഡിമാൻഡ് തുടങ്ങിയ ഘടകങ്ങൾ നല്ല ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സ്വർണ്ണത്തിന്റെ വില ഇനിയും മുന്നോട്ട് പോകാൻ നല്ല സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ വില കുറഞ്ഞൊരു സമയത്തല്ല നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ തുകയും മുടക്കി സ്വർണം വാങ്ങുന്നത് തീർത്തും ഒഴിവാക്കണം. പകരം ഘട്ടം ഘട്ടമായിട്ട് നിക്ഷേപം നടത്തുകയും വില കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വാങ്ങുന്നതിന് വേണ്ടി കുറച്ച് പണം കയ്യിൽ കരുതുകയും വേണം. അതാണ് ഏറ്റവും വിവേകപരമായിട്ടുള്ള രീതി എന്നുള്ളത്. നമ്മളിപ്പോൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക, നിങ്ങൾ അവിടെ ഉണ്ടാകുന്ന ചെറിയ കാലത്തേക്കുണ്ടാകുന്ന വിലയിടിച്ചിലും നിങ്ങളെ ബാധിക്കില്ല. അപ്പോൾ അതാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി പോകുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. നിങ്ങളൊരു മാസം കുറച്ച് തുക വെച്ച് സ്വർണ്ണത്തിൽ നിക്ഷേപിച്ചോ, ബെറ്റർ ആണ്. അല്ലാതെ നിങ്ങളുടെ കയ്യിലുള്ള 5 ലക്ഷം രൂപയും ഒറ്റടിക്കെടുത്ത് സ്വർണ്ണത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറച്ച് കാലത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ വലിയ നഷ്ടത്തിൽപ്പെടാം. ഒരു 10 വർഷത്തെ അപ്പുറത്തേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഓക്കെ, ലാഭം കിട്ടാമല്ലേ. പക്ഷേ അത് ചെയ്യാതിരിക്കുക. ഘട്ടം ഘട്ടമായിട്ട് മാത്രം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ പിന്തുടരുക. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങൾ സ്വർണ്ണ ആഭരണമായിട്ട് വാങ്ങാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ അത് ഇൻവെസ്റ്റ്മെൻ്റ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹത്തിൻ്റെ ആവശ്യമാകാം, മറ്റെന്തോ ആവശ്യമായിക്കൊള്ളട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചതിക്കപ്പെടും. ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ശുദ്ധിയും ഹാൾമാർക്കുമാണ്. ഫിസിക്കൽ ഗോൾഡ് വാങ്ങുമ്പോൾ ഹാൾമാർക്ക് ചെയ്ത സ്വർണം മാത്രം വിശ്വസ്തമായിട്ടുള്ള ജുവലറികളിൽ നിന്ന് തന്നെ വാങ്ങുക. 2, പണിക്കൂലിയാണ്. അതായത് നിക്ഷേപം ലക്ഷ്യമിട്ടാണ് വാങ്ങുന്നതെങ്കിൽ പണിക്കൂലി കുറഞ്ഞ ലളിതമായിട്ടുള്ള ഡിസൈനുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഈവൻ നിങ്ങൾക്ക് ഗോൾഡ് ബിസ്ക്കറ്റുകളൊക്കെ മേടിക്കാം. ജുവലറിയിൽ നിന്ന് ബിസ്ക്കറ്റുകളൊക്കെ ആയിട്ട് കിട്ടും. നിങ്ങൾക്കത് ഇൻവെസ്റ്റിങ്ങിനാണെങ്കിൽ അത് വെച്ചാൽ മതി. അല്ലാതെ സ്വർണ്ണാഭരണം വേണമെന്നൊന്നുമില്ലല്ലോ. ഫിസിക്കൽ ഗോൾഡായിട്ട് തന്നെ നിങ്ങൾക്ക് കൈയിരിക്കുകയും ചെയ്യും. 3, സുരക്ഷിതത്വമാണ്. വലിയ അളവിലാണ് നിങ്ങൾ സ്വർണം വാങ്ങുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു കല്യാണ പരിപാടിയുണ്ട്, അപ്പോൾ നിങ്ങൾ വലിയ രീതിയിൽ സ്വർണം വാങ്ങുമല്ലേ. അങ്ങനെ വാങ്ങുവാണെങ്കിൽ ബാങ്ക് ലോക്കറുകൾ പോലെയുള്ള സുരക്ഷിതമായിട്ടുള്ള വഴികൾ തിരഞ്ഞെടുക്കുക, അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ വാർത്തയെ കാണുന്നതാണല്ലേ, വീട് കുത്തി തുറന്ന് 100 പവൻ സ്വർണം മോഷ്ടിച്ചു. 100 പവൻ വീട്ടിൽ തന്നെ വെച്ചേക്കാണ്. നമ്മളെല്ലാവരും എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. ഇല്ല, നമ്മൾക്ക് പുറത്തേക്ക് പോകേണ്ടി വരുമല്ലേ. അപ്പോൾ അതൊക്കെ നോക്കി വെച്ച് തക്കം പാർത്ത് മോഷ്ടിക്കുന്ന കള്ളന്മാരുണ്ട്. അപ്പോൾ ഒരിക്കലും ഇത്രയും വലിയ സ്വർണം നിങ്ങളുടെ വീട്ടിൽ വയ്ക്കരുത്. അത്രയൊക്കെ മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് ലോക്കറുകൾ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അത് സുരക്ഷിതമായിട്ട് തന്നെ വയ്ക്കുക. ഇവിടെയാണ് നമുക്ക് ഈ ഡിജിറ്റൽ ഗോൾഡോ അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോൺസോ ഗോൾഡ് ETF-കളുടെ ഒക്കെ ഗുണം. സ്വർണത്തിൻ്റെ മൂല്യം അനുസരിച്ച് അത് ഉയരുകയും ചെയ്യും, ഇടുകയും ചെയ്യും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യമില്ല. വളരെ സേഫായിട്ട് ഒരു സെബി റെഗുലേറ്റഡ് പ്ലാറ്റ്ഫോംസിലൂടെ നിങ്ങൾക്കിത് മേടിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഉടമയാകാനും പറ്റും ആ ഒരു സ്വർണത്തിൻ്റെ. അടുത്തത് സർക്കാർ നയങ്ങളാണ്. അതായത് സ്വർണത്തിൻ്റെ നികുതി, ഇറക്കുമതി തീരുവ അല്ലെങ്കിൽ മറ്റ് സർക്കാർ നയങ്ങളിലെ മാറ്റങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം അത് വിലയെ വളരെയേറെ ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുണ്ടല്ലേ, കൂടാനോ കുറയാനോ ഒക്കെ കാരണമായി മാറും. അടുത്തത് ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. തട്ടിപ്പിൽ പെടാതിരിക്കുക. നിങ്ങൾ ഓൺലൈനായിട്ടൊക്കെ ചിലപ്പോൾ പരസ്യം കാണും, 1 പവൻ സ്വർണം പകുതി വിലയ്ക്ക് വിൽക്കുന്നു, ഇപ്പോൾ അവർക്ക് സ്വർണം വിറ്റ് വിദേശത്തേക്ക് പോകാനുള്ളതാണെന്നൊക്കെ പറഞ്ഞുള്ള പല തട്ടിപ്പ് പരസ്യങ്ങൾ കാണുമല്ലേ. അങ്ങനെ ഒന്നിലും വീഴാതിരിക്കുക. അവിശ്വസ്തരായിട്ടുള്ള വിൽപ്പനക്കാരിൽ നിന്നോ ഒന്നും സ്വർണം വാങ്ങാതിരിക്കുക. നമ്മുടെ നാട്ടിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജുവലറീസ് ഉണ്ട്, അവരിൽ നിന്നൊക്കെ മാത്രം വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ നടക്കുന്നൊരു തട്ടിപ്പാണ് സ്വർണ്ണ നാണയങ്ങൾ. ടിപ്പുവിൻ്റെ കാലത്തുള്ള സ്വർണ്ണ നാണയങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പകുതി വിലയ്ക്ക് തരാം, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അറിഞ്ഞ പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ വിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള തട്ടിപ്പുകൾ, ഇഷ്ടം പോലെ തട്ടിപ്പുകൾ, ഇറിഡിയൻ തട്ടിപ്പുകളൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിൽ കിടപ്പുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, കാരണം കേരളം തട്ടിപ്പിന് പേര് കേട്ട ഒരു സ്ഥലം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും. അപ്പോൾ സ്വർണം വാങ്ങുമ്പോൾ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം വാങ്ങുക. ഇനി നിങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് സോവറിൻ ഗോൾഡ് ബോണ്ടൊക്കെ ആണെങ്കിൽ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ബാങ്കുകളുണ്ട്. SBI ഫെഡറൽ ബാങ്കൊക്കെ മേടിക്കാൻ ഉള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഗോൾഡ് ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളോ ETF-കളോ ഒക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു സെബി റെഗുലേറ്റഡ് പ്ലാറ്റ്ഫോംസിലൂടെ നിങ്ങൾക്ക് മേടിക്കാം. അത്രത്തോളം സേഫാണ്. ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ ഈ ശക്തമായ മുന്നേറ്റത്തിൽ പോലും വൊളാറ്റിലിറ്റിക്ക് തയ്യാറെടുത്തുകൊണ്ട് വിവേകത്തോടെ നിക്ഷേപം നടത്തി നേട്ടമുണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ലൈക്ക് ചെയ്താൽ മതി, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നുമില്ല. ലൈക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ കയറി വന്നോളും. അതോടൊപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളിപ്പോൾ സ്വർണ്ണം വാങ്ങാൻ പദ്ധതി ഇടുന്നുണ്ടോ അതോ വില കുറയാൻ കാത്തിരിക്കുകയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക. കമൻറ്റ് ബോക്സ് എന്നുള്ളത് എപ്പോഴും നല്ലൊരു ചർച്ചാവേദിയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ കമൻറ്റ് ബോക്സ് എന്തിനാണ് ഒഴിച്ചിടുന്നത്? നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കല്യാണത്തിന് എത്ര പവൻ സ്വർണം നിങ്ങൾ ഉപയോഗിച്ചായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഒരു കാര്യം പറയാനുള്ളത്, ഒരിക്കലും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് സ്ത്രീധനമായിട്ട് ഒരുപാട് സ്വർണം മേടിക്കുക എന്നുള്ളതല്ലേ.
ഒരിക്കലും ചെയ്യാതിരിക്കുക. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ ഒരേപോലെ ശിക്ഷാർഹമാണ്, കുറ്റകൃത്യമാണ്. സ്ത്രീധനം എന്ന് പറയുന്ന സാധനം ചെയ്യാതിരിക്കുക. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, പ്രോപ്പർലി സുരക്ഷിതമായിട്ട് നല്ല കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള ₹1 പോലും വെറുതെ കളയാതിരിക്കുക. പല പല തട്ടിപ്പുകളൊക്കെ ഓൺലൈനിലൊക്കെ ആയിട്ട് കാണും, അതിലൊന്നും വീഴാതിരിക്കുക. അതോടൊപ്പം ഇതുപോലെ മറ്റേത് വിഷയമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ആ ഒരു വീഡിയോ ഒക്കെ ചെയ്യാവുന്നതാണ്. സ്വർണ്ണത്തിലൊക്കെ നിക്ഷേപിക്കുന്നത് നല്ലത് തന്നെയാണ്. എന്നാൽ അതിൻ്റെ കൂടെ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലുള്ള നിക്ഷേപാവസരങ്ങൾ കൂടി നിങ്ങൾക്ക് പരിഗണിക്കാം. ഈ വരുന്ന ഒക്ടോബർ 13 വരെ മാത്രമാണ് നിങ്ങൾക്ക് NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കത്തുള്ളൂ. അതായത് ഇനി വെറും 2 ദിവസം കൂടി മാത്രം, സമയം വളരെ കുറവാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്തായാലും മറ്റൊരു വീഡിയോയിലും മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി, സൈനിങ് ഔട്ട്.